യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓബയോസിയുടെ ഒരു പ്രൊഡക്റ്റിന്റെ 2-3 പ്രൊഡക്റ്റിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കോമന്റ്സ് വന്നു. സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അത് നല്ല പ്രൊഡക്ട്സ് കിട്ടുന്ന ആൾക്കാരും ഉണ്ടല്ലേ, ഓക്കെ പറഞ്ഞിട്ട് ലീവ് ഇറ്റ് എന്നുള്ള രീതിയിൽ വിട്ട് കളഞ്ഞ സാഹചര്യത്തിലാണ് എൻ്റെ ലൈഫിലൊരു സംഭവം നടക്കുന്നത്. നിങ്ങൾ ഈ കോയിൻസിഡൻസിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊരു വിശ്വസിക്കുന്നില്ല. എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കോയിൻസിഡൻസ് എന്ന്. അപ്പൊ എന്റെ സിസ്റ്ററുടെ മാരേജ് ആണ് വരാൻ പോകുന്നത് ഈ സൺഡേ, അതായത് സെപ്റ്റംബർ 14th. അപ്പൊ സെപ്റ്റംബർ 14th മാരേജ് ആണ്. അപ്പൊ നമ്മൾ കുപ്പിവളകള്, അവളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് തമിഴ്നാടാണ്. പിന്നെ പോരാ തമിഴ്നാട് മാത്രമല്ല, നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ ബ്രൈഡ്സ് കുപ്പിവളകൾ ഇടുന്നത് ഒരു നല്ല ശകുനാണെന്നൊക്കെ പറയും, അങ്ങനെ ഇടാറുമുണ്ട്. സോ നമ്മൾ അതുകാരം തന്നെ ടെമ്പിൾ ലുക്കിനും അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സൈഡ് ലുക്കിനും വേണ്ടി കുപ്പിവളകൾ വാങ്ങാൻ വേണ്ടി പോയിട്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഏതാണ് യുവതി പറഞ്ഞ ഷോപ്പിലാണ് പോയത്. നമ്മളിവിടെ ഗണപതിയിലുള്ള ഒരു യുവതി പറഞ്ഞ ഷോപ്പിലാണ് പോയത്. അപ്പൊ അവിടെ പോയപ്പോൾ അവിടെ റെന്റൽ ഓർണമെന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ആന്റിക് ടൈപ്പ് നെക്ലേസസ് സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ഞാനിങ്ങനെ ഈ ഓബയോസിന്റെ റിവ്യൂ ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് പേരുടെ ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു മാല, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാല, ടെമ്പിൾ വർക്കൊക്കെ വരുന്ന മാല മീഷോയിലെ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരുപാട് പേര് അതിന്റെ റിവ്യൂ ചെയ്തായിരുന്നു. മീഷോ വേഴ്സസ് ഓബയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിവ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ വേണ്ട, എല്ലാവരും ചെയ്തല്ലേ, വേണ്ടാന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞ സാധനമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഈ സെയിം സാധനം അവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന് എത്രയാ ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ആ ഷോപ്പിലെ ചേച്ചി പറഞ്ഞു 860 പറഞ്ഞു, അതായത് 860 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ പറഞ്ഞു. ഞാൻ വേഗം മീഷോ എടുത്തു ചെക്ക് ചെയ്തു. മീഷോയില് വരുന്നത് 400 സംതിങ് ആണ്, ഓബയോസിയില് 1199 ആണ് വരുന്നത്. അത് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ പ്രൈസ് വരുന്നത്. അതിന് മുമ്പേ പറഞ്ഞാൽ 1900 ആ റേഞ്ച് ആയിരുന്നു. അപ്പൊ പ്രൈസ് വേരിയേഷൻ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇനിയിപ്പോ ഞാൻ ഈ പറയുന്ന കാര്യം കോയിൻസിഡൻസ് നിങ്ങൾക്ക് ഞാൻ കുക്കപ്പ് ചെയ്ത സ്റ്റോറിയാണ് തോന്നുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു ക്ലിപ്പ് ആഡ് ചെയ്യാം. ഞാൻ ഫിസിക്കലാണ് സാധനം ട്രയൽ ചെയ്ത് നോക്കുന്നത്. അപ്പൊ ആ ഷോപ്പും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഷോപ്പാണെന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ, കുപ്പിവളയുടെ വീഡിയോ ഞാൻ പ്രീവിയസ് ആയിട്ട് അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും പോയി കാണാൻ എല്ലാവരും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധനം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ റിവ്യൂ ചെയ്തപ്പോൾ ഓബയോസിന് റിവ്യൂ ചെയ്തപ്പോൾ എല്ലാവരും പറയുന്നത് ചേച്ചി നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ കാണുമ്പോൾ, അത് കുഴപ്പമില്ല, എനിക്ക് ആ ഓബയോസിന്റെ മാല ഇഷ്ടമായി എന്നൊക്കെ. അപ്പൊ ഞാൻ ഈ കാണിച്ചു തരുന്ന സാധനം പറഞ്ഞു, ഞാൻ ട്രയൽ ചെയ്ത സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ. നല്ല ക്വാളിറ്റി പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് ഒരു നല്ലൊരു ബ്രൈഡൽ ലുക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എനിക്ക് ഇട്ടപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. ഞാൻ പ്രൊഡക്റ്റിന് കുറ്റം പറയില്ല. ഓക്കെ, മുന്നേ ഞാൻ ചെയ്ത റിവ്യൂല് പറഞ്ഞാൽ എനിക്ക് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി ഓബയോസിന്റെ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ മാല ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ എന്താണ് ഓബയോസിന്റെ പ്രൈസും അതുപോലെ തന്നെ മീഷോയിലെ പ്രൈസും റിയൽ ഷോപ്പിലുള്ള പ്രൈസും വെച്ചിട്ടാണ് ഞാൻ ഈ കമ്പാരിസൺ പറയുന്നത്. അപ്പൊ വീഡിയോ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് നോക്കൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നെക്ലേസ്. അപ്പോൾ ഇത് നിങ്ങളെ ഒബയോസിലെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട്, ഞാൻ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിന് ഇത് എടുത്താലോ എന്നൊക്കെ വിചാരിച്ചു പോയതാണ്. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ഹെവി ആവും തോന്നുന്ന കാരണം എടുത്തില്ല. അപ്പോൾ പിന്നെ പ്രൈസും എനിക്ക് ഓബയോസിന് ഞാൻ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച വ്യക്തിയായിരുന്നു. കാരണം അവർ നല്ല പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്. കാരണം പോസിറ്റീവ് റിവ്യൂസ് മാത്രം കണ്ടിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അത് തന്നെ എനിക്ക് പണിയും കിട്ടി. അതിന് ശേഷമാണ് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് ആ വെബ്സൈറ്റിൽ അത് പോയി നോക്കാമായിരുന്നില്ലേ, അവിടെ ഫുള്ള് നെഗറ്റീവ് കമൻസിൻ്റെ പൂരാണ് എന്നുള്ളത്. പ്രൈസ് വേരിയേഷൻ നിങ്ങൾ തന്നെ നോക്കൂ. ഒരു സെയിം പ്രോഡക്റ്റിന് ഇത്രയും പ്രൈസ് വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ, നിങ്ങൾ ഇത്രയും പ്രൈസ് വേരിയേഷൻ നമുക്ക് നോർമലായിട്ടുള്ള പ്രൈസിലും കിട്ടുന്ന സാധനങ്ങളാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റിയാണ്, ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പോപ്പുലാരിറ്റിയാണ് നിങ്ങൾ സെല് ചെയ്തതെന്ന് വെച്ചാൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ ഫൈൻ. നിങ്ങൾ ഉണ്ടാക്കിയ പോപ്പുലാരിറ്റിയാണ്, നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, എല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങൾ അപ്പോഴും കസ്റ്റമേഴ്സിനെ ഒന്ന് കൺസിഡർ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻസ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ട് പറഞ്ഞവരോട് നന്ദിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സജഷൻസ് പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും റൈറ്റ്സിന്റെ സജഷൻ പറയാൻ ഓബയോസിന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് പോയി നോക്കുക. അവിടെ ഫുള്ള് പൂരപ്പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂരപ്പാട്ടാണ്. കാരണം ഓരോരുത്തർ പ്രൊഡക്റ്റ് കിട്ടായിട്ടും ഡാമേജ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ ത്രെഡ് വെച്ച് കെട്ടിയിട്ട് അവർ പാക്ക് ചെയ്ത് കൊടുത്തയച്ചിട്ടും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ പോരാത്തതിന് എനിക്ക് തന്നെ കമന്റ് വന്നിട്ടുണ്ട്, ഒരാള് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പ്രൊഡക്റ്റെങ്കിലും കിട്ടില്ല, ഞങ്ങൾക്ക് 3 മാസമായി ഇതൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. അതിന്റെ കമന്റ് സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 3 മാസമായിട്ട് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞു ഞാൻ 3-4 മാലകൾ വാങ്ങി കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ എക്സ്പെക്ടേഷൻ ആണ്. ചിലവർക്ക്
പ്രൊഡക്റ്റ് ഒരു മിനിമൽ ക്വാളിറ്റി ആണെങ്കിൽ അവർ ഓക്കെ ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൊടുക്കുന്ന പ്രൈസിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഒന്നാമത് നമ്മൾ പല പ്ലാറ്റ്ഫോമും വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരാളായ കാരണം എന്താണ് ഇതിന്റെ ആക്ച്വൽ ക്വാളിറ്റി, ഇതിലും ബെറ്റർ ആയിട്ട് വേറെ എവിടെയും കിട്ടും എന്നുള്ള ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ എല്ലാം അറിയാന്നല്ല പറയുന്നത്, എനിക്കറിയാം. എനിക്ക് ഈ ഓർണമെന്റ്സിന്റെ കേസിൽ ഇതൊക്കെ എനിക്ക് അത്യാവശ്യം ഞാനിത് പല പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്ത് വാങ്ങുന്ന കാര്യം എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൂടെ, എനിക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ ക്യാഷ്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സ്. അതുപോലെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ വേണോ വാങ്ങണോ വാങ്ങേണ്ടതൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് വേരിയേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയണം. കണ്ടപ്പോൾ നമുക്ക് ലൈഫിൽ ഇങ്ങനെ റിയൽ ആയിട്ട് നമ്മുടെ മുമ്പിൽ സഡനായിട്ട് ഇങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ 2 വീഡിയോസ് ഓബയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് മൂന്നാമത് ഇതുപോലെ ഒരു ഹിന്റ് നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കടയിൽ പോയപ്പോൾ, ഞങ്ങൾ വേറൊരു ആവശ്യത്തിൽ പോയ കടയിൽ ഇങ്ങനെ സാധനം കാണാനും ഒക്കെ നമുക്കൊരു ചാൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് തോന്നി ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെന്ന് തോന്നി, പറയണമെന്ന് തോന്നി, അതുപോലെ തന്നെ റിയൽ ആയിട്ട് എത്തിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കടയിൽ അവർ 800 സംതിങ് അവർ ഈടാക്കുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയ ഇഷ്യൂ തോന്നില്ല. നമുക്ക് മീഷോയിൽ 400-500 വരുന്ന പ്രൊഡക്റ്റ് അവർക്ക് കട എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പിൽ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സ്റ്റാഫ്സിന്റെ ചാർജ്, മെയിൻ്റനൻസ്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അതിൻ്റെ തന്നെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വേറെ വാല്യൂ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മാക്സിമം റീറ്റെയിൽ പ്രൈസാണ് ഈടാക്കുന്നത്. കാരണം അവർക്ക് ആ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൈസാണ്. അത് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും അറിയുന്നൊരു കാര്യം. ഞാൻ തന്നെ അജിയോന്ന് ഒരു കുർത്ത ഓൺലൈനിൽ വാങ്ങുമ്പോൾ സെയിം കുർത്ത ഞാൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 300-400 ആ വേരിയേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ അതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷെ ഷോപ്പ് അല്ലാതെ ഇവർ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതിൻ്റെതായ ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഫീസിബിൾ ആയുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും ലൈഫിൽ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോയിൻസിഡൻസുകൾ നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.